നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഗായകരായ ഫ്രാങ്കോയും രഞ്ജിനി ജോസുമായിരുന്നു. അവർ അവരുടെ സംഗീത സബരിയിലൂടെ കുറേ പ്രയാണം ചെയ്തു. ഇനി അവരുടെ ഭാവി പരിപാടികൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ശരി, വരട്ടെ. ഫ്രാങ്കോട്ടാ, ഹലോ, എന്തുണ്ട് വിശേഷം? സുഖല്ലേ? റോൺസി ചേച്ചിയും 3 മക്കളും എന്താ ചെയ്യുന്നു? ഫ്രാങ്കോ ചേട്ടനെ പറ്റി പറയുമ്പം ഫ്രാങ്കോ ചേട്ടൻ ഇസ് ലൈക്ക് മൈ ഫാമിലി, ബിഗ് ബ്രദർ. അപ്പം ഡാഡി ആണെങ്കിലും എന്ത് കാര്യത്തിനും മ്യൂസിക് ഫീൽഡിൽ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ മിക്കവാറും ആദ്യം വിളിക്കുന്നത് ഫ്രാങ്കോ ഏട്ടനെ തന്നെയാണ്. അതുകൊണ്ട് ഫ്രാങ്കോ ഏട്ടന് ഞാൻ പണി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ സ്റ്റേജ് ഷോസിൽ അധികവും ഞാൻ ഫ്രാങ്കോ ചേട്ടനും ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു അടിപൊളി പാട്ടിൻ്റെ നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഫ്രാങ്കോ ഏട്ടൻ ഇങ്ങനെ സ്റ്റാൻഡ് അറ്റീസായിട്ട് നിന്നിട്ട് ഇങ്ങനെ നിന്ന് പാടുന്നുണ്ടാവും. അപ്പം ഞാൻ പാട്ട് പാടുന്നതിൻ്റെ ഇടയിൽ ഫ്രാങ്കോട്ടാ ഡാൻസ് കളിക്കുക എന്ന് പറഞ്ഞാലും എന്നിട്ടിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ JB ജംഗ്ഷനിൽ ഫ്രാങ്കോ ചേട്ടൻ പാടിയ ഏതെങ്കിലും ഒരു പാട്ട്, ഇപ്പോൾ സുന്ദരിയോ ചെമ്പകമയോ ഏതെങ്കിലും ഒരു പാട്ട് പാടിയിട്ട് ഫ്രാങ്കോ ചേട്ടൻ 2 സ്റ്റെപ്പ് ചെയ്യണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ബൈ. ചിങ്ങണമണി സിരിച്ചു പുട്ടാ നെഞ്ചില ആണി. വെങ്കല കിണ്ണി പോലെ മിന്നും മന്ദിരമേ നീ വെക്കത്തുക്ക് പക്കത്തില് പോകാതവ, ഒരു നൂല ഇല്ല സെലകട്ട് ആളാനവ, അട നീ വന്ന കാലി അമാഗോ ചിങ്ങനമണി സിരിച്ചു പുട്ടാ നെഞ്ചില് ആണേ. വെങ്കല കിണ്ണി പോലെ മിന്നും മന്ദിരമേ നീ. ഷൈനറ, എന്തായാലും വേണ്ടില്ല, രഞ്ജിനി ജോസിന്റെ ആഗ്രഹപ്രകാരം നൽകിയ ബൈറ്റ്. അയ്യോ അല്ല, ബൈറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് മാത്രല്ല ഷൈനറ ഇടയ്ക്ക് വേറൊരു 3 പിള്ളേരുടെ തന്തയാണെന്നൊക്കെ പറഞ്ഞു. സത്യമാണത്. അതിനകത്ത് ഊന്നൽ കൊടുത്തിട്ട് അഥവാ ഇനി ആരെങ്കിലും ഞങ്ങൾക്ക് ആ കൂടെ ഈ കൂട്ടത്തിൽ വെച്ച് അങ്ങനെ ഊന്നൽ കൊടുക്കാൻ പറ്റുന്ന 2 വ്യക്തികളൊന്ന് ഇതിന്റെ കുറച്ച് സീനിയർ ആയിട്ടുള്ള അഫ്സലിക്ക് 4 കുട്ടികൾ, ഇവിടെ 3 കുട്ടികൾ. അതിന് വൈകാതെ പാവൂലോ. എന്റെ തമാശ എന്താ അറിയോ, ഈ സൈനോരയ്ക്ക് ഒരുപാട് കുട്ടികൾ വേണമെന്ന് ആഗ്രഹമുണ്ട്. ഭർത്താവ് സമ്മതിക്കുന്നില്ല. ഓരോരുത്തരുടെ പ്രശ്നം അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ആശയ്ക്ക് തിരിച്ച് പണി കൊടുത്തു. വരട്ടെ, ഒരാള് ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂട്ടിച്ചേർക്കണമെന്ന് പറഞ്ഞ് ബന്ധപ്പെട്ടു. നോക്കണ്ടായിരുന്നു. Hi JB sir, hi Franco. In the Franco on a hot seat, all the best. But what I have to say about Franco is നിരവധി musicians-നെ singers-നെ meet ചെയ്യാനുള്ള opportunity എൻ്റെ ജോലിയിൽ കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ I find Franco very very genuine. ജെന്യൂൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഒച്ചയും ബഹളമൊന്നുമില്ല, എപ്പോഴും കാമൻ കമ്പോസ്ഡ് ആണ്, വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളാണ് ഈ ഇൻഡസ്ട്രിയിൽ. കണ്ടാൽ പറയില്ല, കണ്ടാൽ ഇപ്പോഴും ചെറുപ്പം തന്നെയാണ്. പക്ഷേ സത്യാവസ്ഥ അധികം ആൾക്കാർക്ക് അറിയില്ല, എത്ര കുട്ടികളാണ് വീട്ടിലെന്നൊക്കെ ചോദിച്ചറിയണം സർ. യൂഷ്വലി JB ജംഗ്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കണം നമ്മളുടെ ഹോട്ട് സീറ്റിലുള്ള ആളെ കുറിച്ചെന്നൊക്കെ പറയും. പക്ഷെ ഓണസ്റ്റ്ലി എനിക്ക് ഫ്രാങ്കോയോട് ചോദിക്കാൻ അങ്ങനെ ചോദ്യങ്ങളൊന്നുമില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, ഫ്രാങ്കോ എങ്ങനെയാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈസ് എ ടോട്ടലി കൂൾ ഗായ്, ഈസ് എ ലോട്ട് ഓഫ് ഫൺ. അതുകൊണ്ട് ഫ്രാങ്കോവിനെ ക്വസ്റ്റ്യൻ ചോദിച്ച് വെള്ളത്തിലാക്കാനൊന്നും എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് യുവർ ഓൾ ദെയർ, നോ ഇഷ്യൂസ് ദെയർ അറ്റ് ഓൾ. രഞ്ജിനി, യഥാർത്ഥത്തില് ഫ്രാങ്കോയ്ക്ക് എത്ര കുട്ടികളാണെന്നാണ് ചോദിക്കുന്നത്. 3 ഉള്ളോന്നാണ് ഇപ്പൊ എന്നോട് കൂടി ചോദിപ്പിക്കാൻ വേണ്ടിട്ട്. 3 ഉള്ളോ? 3 മക്കളേ ഉള്ളൂ. 3 നിർത്തിയാ? 3 സിസേറിയനായിരുന്നു. 3 മക്കളും. എനിക്ക് സത്യത്തിൽ മക്കള് വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 3 പേരും സിസേറിയൻ ആയതുകൊണ്ട് നിർത്തേണ്ട വന്നു. പ്രണയമായിരുന്നോ ഫ്രാങ്കോ?
അങ്ങനെ ഭയങ്കര അയ്യോ ഭയങ്കര ആയിട്ടുള്ള ചാലഞ്ചിങ് ആയിട്ടുള്ളതൊന്നുമല്ല. അല്ലേ അല്ലല്ല എനിക്ക് എന്റെ അടുത്ത് അങ്ങനെയാ പറഞ്ഞിരിക്കണേ. അയ്യോ അല്ലേ? ഒരിക്കലല്ല. എൻ്റെ ലൈഫിൽ റോൺസി അല്ലേ? റോൺസി എനിക്ക് അറിയുന്ന ആളെ വിവാഹം കഴിക്കണമെന്നുണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ പഠിച്ചിരുന്നത് ഒരു പിന്നെ ബോയ്സ് സ്കൂളിലും പിന്നെ അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി വരെ ബോയ്സ് സ്കൂളിലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഞങ്ങളുടെ കാലത്ത് അവസരം കിട്ടിയില്ല. അതാണ് പറഞ്ഞത്. അത് മാത്രമല്ല, ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഒരു ആൾ പോകുന്ന സമയത്ത് സമയത്ര എന്ന് വരെ നമ്മൾ ചോദിക്കില്ല. അപ്പോൾ വളരെ അകലെ നിന്നേ കാണുള്ളൂ. അതിനുള്ള ഫ്രീഡം ഒന്നും ഇല്ല ഇന്നത്തെ കാലത്ത് പോലെ. പക്ഷെ എങ്കിലും എനിക്ക് നന്നായി അറിയുന്ന ഒരാളെ വിവാഹം കഴിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ പലരും എൻ്റെ ജീവിതത്തിൽ പലരും എന്താ പറയുക, പലരും ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് ആപ്റ്റായിട്ടുള്ള. എവിടുന്ന് കണ്ടുപിടിച്ചു, എങ്ങനെ കണ്ടുപിടിച്ചു, എപ്പം കണ്ടുപിടിച്ചു? എൻ്റെ ഫാമിലി ഫ്രണ്ടാണ്. എന്തായിരുന്നു മുഹൂർത്തം? മുഹൂർത്തം ഞങ്ങൾ സെയിം ചർച്ചാണ്. അപ്പോൾ പള്ളിയിൽ പാട്ട് പാടിയിട്ടാണോ? അയ്യോ അല്ല പാട്ട് പാടിയിട്ടില്ല. പാട്ട് അവൾ വരയ്ക്കും അത്യാവശ്യം. കലാകാരിയാണ്. കലാകാരി. ഐ മീൻ വരയ്ക്കും. ദെൻ അവളുടെ വൈഫിൻ്റെ ബ്രദേഴ്സ് രണ്ടുപേരും എൻ്റെ നല്ല സുഹൃത്തുക്കളായിരുന്നു. അളിയന്മാര് രണ്ടുപേരും എൻ്റെ നല്ല സുഹൃത്തുക്കളായിരുന്നു. പിന്നെ എൻ്റെ പാരൻസ് വന്ന സമയത്തും അതുപോലെ ബ്രദർ വന്ന സമയത്തൊക്കെ ഞാനിവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പോഴാണ് മുഹൂർത്തം എപ്പോഴായിരുന്നു അത്? ഞങ്ങൾ കഥ പറയാമെന്ന്. അതെ. എനിവേ ഐ മീൻ അങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവര് ആക്സെപ്റ്റ് ചെയ്തു. ആരാണ് ആദ്യം പറഞ്ഞ? ഫ്രാങ്കോ? ഞാൻ തന്നെ പറഞ്ഞ. എങ്ങനെ പറഞ്ഞു? അനിയനെ കൊണ്ട് പറയിപ്പിച്ചു. കേട്ടോ, ഇത് പറയിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഫ്രാങ്കോയെ. ഇല്ല, അവരുടെ വീട്ടിൽ തന്നെ അവരുടെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അനുജം വന്ന ഒരു കുറച്ച് ദിവസത്തേക്ക് അവൻ ലീവിൽ വന്ന സമയം അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടാ ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അനുജിനെയും കൊണ്ട് അവരുടെ വീട്ടിൽ പോയി. എങ്ങനെയുണ്ട്? ആരെങ്കിലും അനിയനെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കാൻ ഈ കഥ അറിയില്ലായിരുന്നല്ലോ. ഈ കഥ എപ്പോഴാണ് ഞാൻ അറിയുന്നത്? ഇങ്ങനെ ഒരുപാട് കഥകള് ഞാൻ പുറത്തെടുത്ത് തരാം. ഇതാണ് ഫ്രാങ്കോ. ഫ്രാങ്കോ മഹാസാധുവാണ്. മാത്രമല്ല ഭയങ്കര പേടിയുണ്ട് ഉള്ളിൽ. പേടിയുണ്ടോ? പിന്നെ ഇത് പേടിക്കുന്ന ആളാണ്. അതാണ് ഒരു പക്ഷെ ഫ്രാങ്കോ അതിനൊക്കെയാണ് രഞ്ജിനിയെ കണ്ടുപിടിക്കുന്നത്. രഞ്ജിനിക്ക് ഇമാതിരി കാര്യങ്ങളിലൊന്നും ഒരു പേടിയില്ല. അത് തോന്നിയിട്ടില്ലത്. കുറെ ബോൾഡാണ് രഞ്ജിനി. ശരിയാണ് പറഞ്ഞത്. എനിക്കൊന്ന് വേറൊരു ഒരു ജനറേഷൻ്റെ സ്വഭാവമാണ് രഞ്ജിനിക്കല്ലേ? അങ്ങനെയല്ല, കുറെ എക്സ്പീരിയൻസ്ഡ് ആണ് ആള്. ചെറിയ പ്രായത്തിൽ തന്നെ ഈ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ കുറേ എക്സ്പീരിയൻസും ധൈര്യമുണ്ട്. ശരിക്കും ചില സ്റ്റേജുകളൊക്കെ ഒത്തിരി ഡൗൺ ആയിരിക്കും. ആ സമയങ്ങളിലൊക്കെ രഞ്ജിനി വളരെ പ്രാങ്കോ ഈ രഞ്ജിനിയുടെ ഗുണം തരും. ഒരൊറ്റ ടോപ്പ് കൊണ്ട് ഒരാളെ വീഴ്ചതാണ്. ഒറ്റ ടോപ്പ്, ഒരു പച്ച നിറത്തിലൊരു ടോപ്പ് ഇട്ടിട്ട് ഒരാളെ ഫ്ലാറ്റ് ആക്കി കളഞ്ഞു. എന്തോ ഒരു പണി വരുന്നുണ്ടല്ലോ. ലേ മെലഡിയും വെച്ചുള്ള പാർട്ടിയിലായിരുന്നു അല്ലേ? ആരെങ്കിലും ഒന്ന് കേട്ടിട്ടുണ്ടോ? ഒരു ഗ്രീൻ ടോപ്പ് ഇട്ടിട്ടാണ് അയാളെ വീഴ്ചത്. ഗ്രീൻ ടോപ്പ് എനിക്ക് ഓർമ്മ പോലും ഇല്ല. അയാൾക്കത് മറക്കാൻ പറ്റുന്നില്ല. ജീവിതത്തിലെ വലിയൊരു മറക്കാനാകാത്ത ഫ്രാങ്കോ അധ്യായങ്ങളിലൊന്നാണല്ലോ. ഭർത്താവിനെ കുറിച്ചാണ് ടെൻഷൻ അടിച്ചു പോയി. ദീപു അല്ലേ? എന്താ മൂപ്പരുടെ പേര്? രാം നായർ. ദീപു. അങ്ങനെ ദീപു ആദ്യം ഈ രഞ്ജിനിയുടെ പാട്ടിലും അല്ലെ രൂപത്തിലും ഭാവത്തിലും ഒന്നല്ല, ഈ രഞ്ജിനിയുടെ വസ്ത്രത്തിലാണ് ആദ്യം പുള്ളി ഉടക്കി. എന്റെ അടുത്ത് കണ്ണ് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു എന്നൊക്കെയാ പറഞ്ഞേ. പച്ച ടോപ്പായോ? നിങ്ങൾ രണ്ടുപേരെയും കൊണ്ട് മുട്ടിച്ചേരായിരുന്നു. അത് ഇതുപോലെ അനിയനായിരുന്നു അല്ലല്ലോ? അല്ലല്ല, ഇപ്പൊ കണ്ട വ്യക്തിയൊക്കെ ഉണ്ടായിരുന്നു അതില്. രഞ്ജിനി എന്റെ സീനിയറാണ്, എന്റെ ഫ്രണ്ടാണ് ഒരുപാട് കൊല്ലമായിട്ട്.
രാമിൻ്റെയും ഫ്രണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ കുറേ ഇതേപോലെ രഞ്ജിനിയെ പോലെ കുറേ കോമൺ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതിന് രഞ്ജിനിയാണ് ശരിക്കും പറഞ്ഞാൽ ദീപുവിൻ്റെ കാര്യം എൻ്റെ അടുത്ത് ഫസ്റ്റ് മെൻഷൻ ചെയ്യുന്നത് ഇങ്ങനെ മ്യൂസിക്കിലൊക്കെ ഉള്ള ഒരാളാന്നൊക്കെ പറഞ്ഞിട്ട്. ഈ രഞ്ജിനി നമ്മുടെ ഹരിദാസ്. അങ്ങനെ രാമം രഞ്ജിനി ഫ്രണ്ടായിരുന്നു, ഞാനും രഞ്ജിനിയുടെ ഫ്രണ്ടാണ്. അങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയിലാണെന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞ് ഒരുപാട് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ മീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആള് തന്നെയാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്. കുറച്ചു കാലം ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആള് പ്രപ്പോസ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിലേക്ക് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞു എനിക്കിഷ്ടമാണ് മകളെ. പക്ഷെ അത് കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ 4 കൊല്ലം പ്രേമിച്ചു. ആദ്യം കറക്കി ഒന്നുമില്ല, ഞാൻ അങ്ങനത്തെ ഒരാളൊന്നുമല്ല, ആ ടൈപ്പ് ഒന്നുമല്ല അതൊക്കെ പറഞ്ഞു. അല്ല, പക്ഷെ ഞങ്ങള് പ്രേമം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ 2 ഫ്രണ്ട്സിനെ പോലെയാണ്. നല്ല കമ്പാനിയൻസ് ആണ് രണ്ടുപേരും. കുറെ ഇടി ഉണ്ടാക്കും, കുറെ തമാശയും പറയും, കുറെ ഫുഡ് കഴിക്കാൻ പോകും, കുറെ അഡ്വഞ്ചർ ട്രിപ്സിന് പോകും. അങ്ങനെയൊക്കെ യാത്രകളാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. എവിടേക്ക് പോവാറ്? വയനാട്, ഇടുക്കി, ഇരട്ടി അങ്ങനെ? വയനാട് എപ്പോഴും പോവും. ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ഒരു തോട്ടമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കാട്ടിൻ്റെ അകത്ത് പോവാനൊക്കെയാണ് ഇഷ്ടം. സുഹൃത്തുക്കൾക്ക് അവിടെ ഉണ്ടാവില്ല. ഫ്രാങ്കോ, എനിക്ക് തോന്നിയത് ഇടയ്ക്ക് കാണണമെങ്കിൽ പിന്നെ അവിടെ പോകാതിരിക്കാൻ പറ്റില്ല. കുറെ അഡ്വഞ്ചർ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എവിടെയെങ്കിലും പഠിക്കുന്ന സമയം എങ്ങനെയായിരുന്നു? എനിക്കൊന്ന് രഞ്ജിനി തിളങ്ങിയത് സെന്റ് തെരേസാസ് പഠിക്കുമ്പോഴാണല്ലേ? അതെ. അല്ല, ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ പാടാൻ തുടങ്ങിയത് സ്കൂൾ 12th പഠിക്കുമ്പോഴാണ് ആദ്യത്തെ സിനിമയിൽ പാടിയത്. ചിത്രചേച്ചിയായിട്ടാണ് ആദ്യത്തെ ഡ്യുവറ്റ്. അത് കഴിഞ്ഞ് 2-3 പടം അവരുടെ തന്നെ പാടി, ബെനി ഇഗ്നേഷ്യസ് അങ്കിളിൻ്റെ തന്നെ പാടി. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് മോഹൻ സിത്താര സർ, രാജാ സർ, സുരേഷ് പീറ്റേഴ്സ് എനിക്കൊരു ബ്രേക്ക് തന്ന മാസം ഒട്ടുമിക്ക എല്ലാവരുടെ അടുത്ത് MJ ചന്ദ്രൻ ഒരു സ്റ്റാർ ആയിട്ടാണ് കോളേജിലേക്ക് പ്രവേശിക്കുന്നത്. അതെ. ഇപ്പൊ പാവം ഫ്രാങ്കോ ഒക്കെ ആണെങ്കിൽ ഈ ഔസേപ്പച്ചന്റെ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് കയ്യിലുകുത്തി അല്ലെ, യാതൊരു സ്വാതന്ത്ര്യം ഇല്ല. പക്ഷെ ഞാൻ കോളേജിൽ പറഞ്ഞാൽ ഇങ്ങനെ പരിലസിക്കുകയായിരുന്നു പറഞ്ഞല്ലേ കോളേജിൽ? അല്ലല്ല, ഒട്ടുമല്ല. ശരിക്കും പറഞ്ഞാൽ എന്നെക്കാളും ഒരുപാടധികം ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ സെന്റ് തെരേസാസിലാണ്. ശരിക്കും പേടിയാവും നമുക്ക്. അത്രയും ടാലന്റ്. ഞാൻ ഒരിക്കലും സെന്റ് തെരേസാസിൽ എത്തിപ്പെടും ഞാൻ വിചാരിച്ചില്ല. കാരണം ഞാൻ ഡോക്ടർ ആവാൻ പഠിക്കാനായിട്ട് പോകാനിരുന്ന ഒരാളാണ്. എനിക്ക് റാങ്കും ഉണ്ടായിരുന്നു മെഡിസിൻ എൻട്രൻസിന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സെന്റ് ജോൺസിൽ എനിക്ക് അഡ്മിഷനും കിട്ടി, ബാംഗ്ലൂർ. പക്ഷെ പോയില്ല. എനിക്കൊരു 4 ദിവസം സമയം തന്നു അമ്മയും അച്ഛനും. ഫ്രാങ്കോയുടെ മനസ്സിൽ വന്നെന്താ അറിയോ? രോഗികളുടെ നല്ല കാലത്ത് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഫ്രാങ്കോ എത്ര നല്ല ഡോക്ടർ ആകുമായിരുന്ന ആളാണ്. സർ, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഫ്രാങ്കോ പക്ഷേ ഈ ഏതോ ശ്രീനിവാസന്റെ സിനിമയിൽ മറ്റേ മാമുക്കോയെ പറഞ്ഞല്ലോ, പോളിടെക്നിക്കൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഫ്രാങ്കോ പോളിടെക്നിക്കായിരുന്നു. ഞാൻ പോളിടെക്നിക്. എനിക്ക് ഏറ്റവും എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്ന ഒരു കാര്യമാണ് ശരിക്കും. നമുക്ക് എല്ലാവർക്കും ഓരോ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ പാരൻസിനൊക്കെ ഒത്തിരി ഡ്രീംസ് ഉണ്ടാവും. ഇന്നിപ്പോൾ ഞാനും ഇപ്പോൾ ഇത് പറയുമ്പോൾ ഞാനും കൂടെ ആലോചിക്കുക, ഞാൻ ഈ മക്കളെയൊക്കെ പലപ്പോഴും നിർബന്ധിച്ച് പാട്ട് പഠിക്കാനായിട്ട് നിർബന്ധിക്കും. അങ്ങനെ ഇപ്പോൾ എന്നെ സംഗീതം പഠിപ്പിച്ചിരുന്ന സാറ് തന്നെയാണ് മക്കൾക്ക് വേണ്ടി ഞാൻ അറേഞ്ച് ചെയ്തു വോക്കൽ ട്രെയിനിങ്ങിന്. അങ്ങനെ അവർ പല ദിവസങ്ങളിലും ഞാനുണ്ടാകാറില്ല വീട്ടിൽ. സാറ് വരുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ പഠിപ്പ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, മക്കളെ ദയവായി ഇനി പാട്ട് പഠിക്കേണ്ടത് അവസാനിപ്പിച്ചു. അയ്യോ സൈക്കിളിലെ ഒരു രക്ഷയില്ല. പക്ഷെ ഇപ്പൊ ഞാൻ നിർബന്ധിച്ച് പിയാനോ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ പിയാനോ പഠിപ്പിക്കുന്നുണ്ട് അവര്. അത്യാവശ്യം മൂത്തോനൊക്കെ അത്യാവശ്യം നന്നായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും മ്യൂസിക്കലായിട്ട്. ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്, എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല ഈ മാത്തമാറ്റിക്സ് ആ സമയത്ത്. എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ അപ്പൻ്റെ അന്നത്തെ ഒരു വലിയ ഡ്രീമായിരുന്നു എന്നെ എങ്ങനെയെങ്കിലും എൻജിനീയർ ആക്കണമെന്നുള്ളത്. അപ്പം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് എൻട്രൻസ് ട്യൂഷൻ സെൻറ്റർ. നമ്മൾ തൃശ്ശൂർ PC തോമസ് സാറ്. അല്ല, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ എല്ലാം കൂടെ എപ്പോഴും അവർ പുറത്തിറങ്ങുമ്പോഴും നിറയെ റോട്ടിൽ കൂടെ നടന്നു പോകുന്നു എൻജിനീയേഴ്സും ഡോക്ടേഴ്സും വീടിന് മുമ്പേ കൂടെ എപ്പോഴും അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ. അങ്ങനെ എന്നെ എൻജിനീയറിങ്ങിന് പഠിപ്പിക്കാനായിട്ട് ഫസ്റ്റ് ഗ്രൂപ്പ് ചേർത്തു.
ഫസ്റ്റ് ഗ്രൂപ്പ് ദൈവമേ, ഞാൻ എങ്ങനെയോ അത് എങ്ങനെയോ ഞാൻ പാസ്സായി എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് പിന്നെ എൻജിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ ഭാഗത്തേക്ക് ഞാനില്ല. പക്ഷെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ, അറ്റ്ലീസ്റ്റ് ഒരു ഡിപ്ലോമയെങ്കിലും എടുക്കുക. അങ്ങനെ തന്നെ ഡിപ്ലോമയ്ക്ക് കൊണ്ടുവരുന്നത് സിവിൽ എഞ്ചിനീയറിംഗ്. അത് പൂർത്തിയാക്കിയില്ലത്? ഇല്ലില്ല, പൂർത്തിയാക്കാനായിട്ട് പറ്റിയില്ല. അതെ, അപ്പോഴേക്ക് പ്രശ്നം വന്നില്ലേ. അപ്പോഴേക്കും പോലീസുകാരാ ഓ അവിടെ വെച്ചായിരുന്നു അവിടെ വെച്ചാണ് മൂപ്പർ ഗിരിക്കാടൻ ജോസ്. ശരിക്കും നോക്കിയാ അയ്യോ അങ്ങനെയല്ലത്. ഫ്രാങ്കോ എന്താ പറയാ, അതല്ല അതല്ല ഫ്രാങ്കോ അങ്ങനെ ഞങ്ങളൊന്നും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ടല്ല. രഞ്ജിനി ഒന്ന് രഞ്ജിനിക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. കാരണം വെച്ചാൽ നാളെ രഞ്ജിനി പോയിട്ട് എല്ലാവരും പറയും ഇത് വെട്ടുകേസിലും കുത്തുകേസിലും സത്യം എന്താണ് കഥ? അരയിൽ കത്തി ഉണ്ടോന്ന് സംശയം കേട്ടോ. എന്നൊക്കെ വേണമെങ്കിൽ രഞ്ജിനി വേണം പറഞ്ഞേക്കാം. അതുകൊണ്ട് വേണം 1-2 വായത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് എനിക്ക് ഈ സംഭവങ്ങളൊക്കെ പേടിയുള്ള ആളായതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊക്കെ മാറി നിൽക്കുകയായിരുന്നു. കോളേജിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ, 2 പാർട്ടിക്കാർ തമ്മില് അല്ല SFIയും ABVP തമ്മില് വഴക്കുണ്ടായി. അവിടെ ചെറിയ വെട്ടുണ്ടായി. അത് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആകെ ഞാൻ മാത്രമേ ഓപ്പോസിറ്റ് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഞാൻ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു ചടങ്ങുണ്ട് ശരിക്കും, ഓപ്പോസിറ്റ് ജയിക്കുന്നവർക്ക് അതൊക്കെ ഉണ്ട്. പക്ഷെ ഇത് കുറച്ച് ഗൗരവമായി എൻ്റെ തലയിൽ വെച്ച് തന്നു ആ കിരീടം നേരെ. പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റാതെ, കാരണം അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ റിയാക്ഷൻസ് ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ പിന്നെ അപ്പം പറഞ്ഞ് നീ വേഗം അവിടെ നിന്ന് പഠിപ്പ് നിർത്തി. അപ്പോൾ ചിറ്റൂർ മ്യൂസിക് കോളേജിൽ എനിക്ക് പഠിക്കാനായിട്ട് സീറ്റ് റെഡി ആക്കിയാലെന്ന് പറഞ്ഞു. കേരളത്തിൽ നിൽക്കുന്നുണ്ടോ, ഇവിടെ നിന്ന് ഇപ്പോൾ കുളം പറഞ്ഞു. അങ്ങനെ അവിടുന്ന് മദ്രാസിലേക്ക് അങ്ങനെ പറഞ്ഞയച്ചു. അങ്ങനെ പക്ഷെ ഒരു കണക്കിന് നോക്ക്, അന്ന് ആ കേസിൽ പെട്ടില്ലായിരുന്നെങ്കിൽ ഈ ഫ്രാങ്കോ ഇവിടെ എഞ്ചിനീയറുടെ ഒക്കെ ഫ്രാങ്കോ ചേട്ടനായിട്ട് ഇരിക്കാൻ സാധ്യത ഉണ്ടാവില്ല. സത്യം. മിക്കവാറും വലിയ എഞ്ചിനീയർ ആയിട്ട് മിക്കവാറും അമേരിക്കയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അമേരിക്കയാണല്ലോ പുള്ളിയുടെ പ്രധാനപ്പെട്ട സ്ഥലം. ഗ്രീൻ കാർഡ് ഹോൾഡർ. അത് ഗ്രീൻ കാർഡ്. അപ്പം ഒരു കണക്കിന് അതൊക്കെ ഒരു നിമിത്തമായിരുന്നു ഫ്രാങ്കോ. തിരിഞ്ഞു നോക്കുമ്പം അതിനോടൊക്കെ നന്ദി പറയണം. എന്താ കാരണം വെച്ചാൽ ആ വെട്ടുണ്ടായാലും കുത്തുണ്ടായാലും ഒക്കെ ആ പോലീസുകാരനോടൊക്കെ നന്ദി പറയണം. വെച്ചാൽ അന്ന് കേസിൽ പ്രതിയാക്കിയത് കൊണ്ടാണ്. ശരിക്കും അയാളെ കണ്ടെത്തണം. കണ്ടെത്തിയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തു പറഞ്ഞാൽ എൻ്റെ പൊന്നു ചേട്ടാ നിങ്ങളെന്താ തന്നെ ആ പ്രതിയാക്കിയത് കൊണ്ട് ഞാനെന്തൊരു ഗായകനായി, അതല്ലെങ്കിൽ വല്ല എഞ്ചിനീയറായിട്ട് എവിടെയെങ്കിലും. എഞ്ചിനീയർ വളരെ അനുസരണമുള്ള ഒരു വിദ്യാർത്ഥിനിയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളൂ. അങ്ങനെ തന്നെയാണല്ലോ? അത്ര പറയാനൊരു മടിയുണ്ട്. ചില കാര്യങ്ങളെന്തോ ഉണ്ടെന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. Hi Ranjini, I'm so happy that I am here to share a few things with you. ഞാൻ ഇന്നും ഓർക്കുന്നു, രഞ്ജിനി ആദ്യമായി സെൻറ്റ് റിസേഴ്സ് കോളേജ് ക്യാമ്പസിൽ വന്നത് വളരെ തിളക്കമുള്ള കണ്ണും രഞ്ജിനിയെക്കാട്ടിലും നീളമുള്ള ഭംഗിയുള്ള മുടിയുമായി എൻ്റെ മുന്നിൽ നിന്ന ആ പെൺകുട്ടിയെ ഞാൻ എപ്പോഴും വളരെ സ്നേഹത്തോടെയാണ് ഓർക്കുന്നത്. രഞ്ജിനി എന്ന പാട്ടുകാരിക്ക് എന്നും ഗുരു അമ്മയാണ്. ആ അമ്മയിൽ നിന്ന് പൂർണ്ണ അനുഗ്രഹത്തോടു തന്നെയാണ് സംഗീതം രഞ്ജിനിക്ക് ഒഴുകിയെത്തിയത്. ഈ അമ്മയിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ മൂല്യം എന്താണ്? നമ്മുടെ ലതയല്ലേ? ലത ശരിക്കും അമ്മ ഫിഗറാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. കോളേജിൽ എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും മാമാണ് ഞങ്ങൾക്ക്. ഞാൻ ഇവരെ വിളിച്ചിട്ട് പരിപാടിക്ക് പോയിട്ടുണ്ട് അവിടെ. അപ്പോൾ ലത മാമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ലത മാം പറയും നിങ്ങളൊക്കെ ഒന്ന് കോളേജിലേക്ക് തിരിച്ചു വരുമോ, ലൈഫില്ലാന്ന്. കാരണം ഞാൻ എൻ്റെ നേരെ സീനിയർ ആയിട്ടുള്ള രഞ്ജിനിയുടെ ബാച്ച്, അതിന് സീനിയർ ആയിട്ടുള്ള ദിവ്യാവണിയുടെ ബാച്ച്, എൻ്റെ തൊട്ട് ജൂനിയർ ആയിട്ടുള്ള സമൃദ്ധയുടെ ബാച്ച്, അന്നയൊക്കെ സമൃദ്ധയുടെ ബാച്ചായിരുന്നു, അന്ന കത്രീന. അങ്ങനെ ഒരു 5-6 ബാച്ച്. ശരിക്കും പറഞ്ഞാൽ ഗംഭീര ഒരു ടൈമായിരുന്നു. സെൻറ്റ് റീസേഴ്സിൻ്റെ ഒരു ഗോൾഡൻ ഇറ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇപ്പോഴും മാം പറയും പ്ലീസ് മക്കളെ നിങ്ങളൊക്കെ തിരിച്ചു വരുമോ. ഈ രഞ്ജനിയുടെ ഒരു രൂപം കാണിച്ചേ ഫ്രാങ്കോ, നോക്കി കാണിച്ചത്. കണ്ടോ? എന്റെ അമ്മ ഇത് കൊളയിലേക്ക് കയറുന്നതിന് മുമ്പല്ലേ?
കോളേജിൽ കയറുന്നതിന് മുമ്പ് സ്കൂളിൽ പഠിക്കുമ്പോൾ മുടിയൊക്കെ ഉള്ള. കോളേജ് കയറിയപ്പോ ആളങ്ങ് മാറി. ഇല്ല കോളേജിലെല്ലാം അറിയോ. ഞാൻ കോയൽ എന്ന് പറഞ്ഞൊരു ബാൻഡ് വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞ മുടി മുറിച്ച് കളയുന്നത്. അതുവരെ എന്താ കാരണം വെച്ചാൽ അടുത്തുള്ള പലചരക്കടയിൽ നിന്ന് എല്ലാ ആഴ്ചയും 1 ലിറ്റർ വെളിച്ചെണ്ണ മേടിക്കും. ഏറ്റവും കൂടുതൽ ആ കടയിൽ നിന്ന് വെളിച്ചെണ്ണ മേടിച്ചിട്ടുള്ളത് എങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ആ പരിപാടി നിർത്തി. കുറേ മുടി ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ കൈരളിയിൽ ഞാൻ ആദ്യം ഡും 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 പി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നാദിർഷ് ഖാന്റെ കൂടെ ചെയ്യുമ്പോഴാണ് എൻ്റെ ഈ ഫേസ് എല്ലാവരും അറിയുന്നത്. ഇന്നും ഇപ്പൊ കൈരളിയിൽ എല്ലാവരും ഉണ്ട്. അന്ന് ഉണ്ടായിരുന്നവരെല്ലാവരും ഇന്നുണ്ട്. കാണുമ്പോൾ വലിയ സന്തോഷം. അവിടെ നിന്നാണ് എൻ്റെ സ്റ്റാർട്ടിങ്. അന്ന് ശരിക്കും പറഞ്ഞാൽ മലയാളം അവരെ വിളിച്ചിട്ട് കോളേഴ്സ് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതിന്റെ അനുപലവി ഏതാന്ന് പറഞ്ഞു. ഇതോ ജാമ്പവാന്റെ കാലത്തെ പാട്ടൊക്കെ പാടി നമ്മൾ ഉത്തരം പറയണം. നമ്മൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അവർക്ക് സമ്മാനം. ഇങ്ങനെയായിരുന്നു. അപ്പൊ ഇക്ക എല്ലാ പാട്ടും അറിയാം. ഞാനാണെങ്കിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് മലയാളം പാട്ടുകൾ അത്ര ഒരു ഇതായിട്ട് വന്നിട്ടില്ല. ഞാൻ ചെന്നൈയിൽ നിന്ന് വന്നിരിക്കണോണ്ട്. അപ്പോൾ ആള് ഉത്തരം പറയും. എൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് ചിരിച്ചോണ്ട് നിൽക്കുക എന്നുള്ളതാണ്. ഇക്ക പറയുന്ന തമാശ എല്ലാം കേട്ട് ചിരിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ജോലി. ഇന്നും കുറേ പേര് എന്നെ വിളിച്ചിട്ട് പണ്ട് ചിരിച്ചോണ്ടിരുന്ന കുട്ടിയല്ലേ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി ഇന്നുണ്ട്. അന്ന് എനിക്ക് ഇതേപോലെ ലോങ് ഹെയർ ആയിരുന്നു. ഒരുപാട് പേര് മുടി വെട്ടി കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് ചോദിച്ചു എന്തിനാ മുടി വെട്ടിയെന്നുള്ളത്. പക്ഷെ മുടി വെട്ടിയതോടുകൂടി ഞാൻ കുറച്ച് തടിച്ചു. അതുവരെ ആ കോലമായിരുന്നു. അതെ, ആ മുടിയെല്ലാം മുറിച്ച് കളഞ്ഞ കേട്ടാ. ഫ്രാങ്കോ, ഇത് കണ്ടിട്ട് എന്താ പഴയ രൂപത്തിലേക്ക് രഞ്ജിനി നമുക്ക് മാറ്റുന്നതെന്ന് തോന്നുന്നുണ്ടോ? അതാണ് ശരിക്കും സത്യസന്ധമായ എല്ലാവർക്കും തോന്നുന്ന കാര്യം. ഫ്രാങ്കോയ്ക്ക് കിട്ടുന്ന ബ്രേക്ക് എന്താ വെച്ചാൽ ഔസേപ്പച്ചൻ തന്നെയാണ് ഒരു ബ്രേക്ക് തരുന്നത് അല്ലേ? ചെറിയൊരു ബ്രേക്ക് അല്ലേ? ചെറിയ ബ്രേക്ക് അല്ല, ശരിക്കും പറഞ്ഞാല് എനിക്ക് ബ്രേക്കല്ല എല്ലാം. ഒരു ഇതിനെ പറ്റിയിട്ടുള്ളൊരു എൻട്രി അങ്കിളില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും കിട്ടില്ല. പിന്നണി ഗാന രംഗത്തേക്കുള്ള ഫ്രാങ്കോയുടെ ചുവടുവെപ്പ് അതും എനിക്ക് തോന്നുന്നു ഔസേപ്പച്ചന്റെ. അതെ അല്ലേ? സൂര്യപുത്രൻ എന്താണ് സിനിമ? അല്ല, അത് സൂര്യപുത്രനില് ഞാൻ ട്രാക്ക് പാടിയത്. ട്രാക്ക് ഇൻ ദി സെൻസ് അതില് കുറച്ച് പോർഷൻ വേണമെങ്കിൽ അതാണെന്ന് വേണേ പറയാം. ചരിത്രം എഴുതുമ്പോൾ അതിലേക്ക് വേണേ പറയാം. ഇത് പാടുമ്പോൾ രഞ്ജിനിയെ നോക്കാൻ പാടില്ല. നോക്കാൻ പാടില്ലെന്നാ പറഞ്ഞേ. നോക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു അർത്ഥം? അതാണ്. അവർ കാര്യം ചെയ്യാം. ഇപ്പം പാടുന്ന ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ട് എൻ കരളിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി, സമ്മതമായി ചേർന്നു നിന്നാൽ ഉമ്മ തരാം രാക്ഷസി, തുടക്കം വിട്ടില്ലേ പൊന്നെ അടുത്തു വന്നിനി നിന്നാട്ടെ, കിണുക്കമെന്താണ് എൻ്റെ നിഴലളക്കണതെന്താണ്, അടക്കമെന്താണ് നോക്കി കൊല്ലല്ലേ പിഞ്ചല്ലേ. ഹായ് ഫ്രാങ്കോ, രഞ്ജിനി. ഫ്രാങ്കോ, ഈ പാട്ടാണ് നമ്മുടെ രണ്ടുപേരുടെയും ലൈഫിലൊരു ചേഞ്ച്, നമ്മുടെ വേറൊരു പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള ലേബിളിലേക്ക് കൊണ്ടുവന്ന പാട്ട്. മറക്കാൻ പറ്റില്ല ഒരിക്കലും. എനിവേ, രഞ്ജിനിനെ അതിനു മുമ്പേ ഒരു പ്ലേ ബാക്ക് സിംഗറായിട്ട് തന്നെ നമുക്ക് കാണുന്നുണ്ട്. കുറേ ഫിലിമുകൾ പാടി, കുറേ ഷോസിന് കണ്ടിട്ടുണ്ട്. ഓൾവേസ് സ്മൈലിങ് എന്നിവ രഞ്ജിനി വളരെ ഹാപ്പിയാണ്. രഞ്ജിനി എപ്പോഴും കാണുമ്പോഴും വളരെ പോസിറ്റീവായിട്ട് എപ്പോഴും അപ്രോച്ച് ചെയ്യും. നൈസ്. ഫ്രാങ്കോനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഫ്രാങ്കോയും ഇതേപോലെ തന്നെ എപ്പോഴും ഒരു നെവർ മൈൻഡ് ക്യാരക്ടറാണ്. എപ്പോഴും എന്ത് സംഭവിച്ചാലും ഇറ്റ്സ് ഓക്കെ അങ്ങനത്തെ രീതിയിൽ എല്ലാം കാണുന്നൊരു വ്യക്തിത്വം. ആക്ച്വലി ഈ പാട്ടിന് വേണ്ടിയിട്ടൊരു ഇട്ടതാണ്. എന്താ കാരണം വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നൊരു പാട്ടാണ്. എന്താ വെച്ചാൽ കുറേ കാലം ആൾക്കാർ ഇത് പാടുകയാണ്. ഇത് ഭയങ്കര ഒരു കഥയുണ്ട് ശരിക്കും. ഈ പാട്ട് പാടിക്കഴിഞ്ഞിട്ട് അഫ്സലിക്ക അന്ന് ഞങ്ങൾ ഒന്നിച്ച് പ്രോഗ്രാം ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ വളരെ പാവം കുട്ടി ആകെ നിന്ന് പാടുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണെന്നാണ് എല്ലാവരും വിചാരിച്ചത്. ശരിക്കും പറഞ്ഞാൽ കോളേജിലൊക്കെ ഇത്തിരി റൗഡിത്തരമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഞങ്ങളുടെ ആർട്സ് ക്ലബ് ഇനോഗ്രേഷന് CACയുടെ ഗാനമേള വെച്ചപ്പോൾ പാടാൻ വന്ന അഫ്സലിക്കയാണ്. അപ്പോൾ അതുവരെ അഫ്സലിക്കൊക്കെ ആ ഒരു എന്നെ അറിയുള്ളൂ. ഇത് കോളേജിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ജീൻസ് ഇതൊക്കെ ഇട്ടിട്ട് കൂവാനൊക്കെ റെഡി ആയിട്ട് ബാക്കിൽ ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ഗാനമേള. അപ്പം ഞങ്ങളെല്ലാം കൂടെ വന്നിട്ട് ഞാനും ഞങ്ങളുടെ കുറേ ഫ്രണ്ട്സ് ഞങ്ങൾ എപ്പോഴും ഡാൻസ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ മെയിനായിട്ടുള്ളൊരു സംഭവം. ഡാൻസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങൾ ഫ്രണ്ടിൽ കിടന്ന് ഭയങ്കര ഡാൻസ് ആയിരുന്നു.
അഫ്സലിക്കാക്ക് ആകെപ്പാട് അങ്ങ് നാണം വന്നിട്ട് അഫ്സലിക്കാക്ക് തീരെ ഇങ്ങനെ എന്നെ ഒട്ടും ഇങ്ങനെ അംഗീകരിക്കാൻ അഫ്സലിക്ക തിരിഞ്ഞു നിന്ന് പാടി. എനിക്കിന്ന് ഓർമ്മയുണ്ട്, അന്ന് വൈകുന്നേരം വീട്ടിൽ ഞാൻ പോയെല്ലാം കഴിഞ്ഞ് ഞാൻ മമ്മിയുടെ അടുത്ത് ഭയങ്കര അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തോ ചെയ്തോണ്ടിരിക്കുക. ഒരു 6:30-7 മണിയായപ്പോഴത്തേക്ക് അഫ്സലിക്ക വീട്ടിൽ വന്നിട്ട് ബെല്ലടിച്ചിട്ട് ഞാൻ വാതിൽ പറഞ്ഞു. അവൾ വന്ന് എനിക്കിന്ന് ഓർമ്മയുണ്ട്, സോഫയിലിരുന്ന് എൻ്റെ അമ്മയെ വിളിച്ചേ എന്ന് പറഞ്ഞു. മമ്മി അഫ്സലിക്ക വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ചേച്ചി ഇവള് നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ. മമ്മി പറഞ്ഞു നീ എന്താ വിചാരിച്ചു? അപ്പൊ ഞാൻ മമ്മിയുടെ അടുത്ത് പോയിട്ട് ഇതൊക്കെ പറഞ്ഞു. അഫ്സലിക്ക് നോക്കണ്ടായിരുന്നില്ല, തിരിഞ്ഞേക്കായിരുന്നൊക്കെ. അഫ്സലിക്ക് പറയാ ഇവള് എന്താണ് ഇങ്ങനെയൊന്നും അല്ലല്ലോ എനിക്ക് ഇവളെ അറിയണത്. ഇവള് ഭയങ്കര വേഷമൊക്കെ മാറി പാടാൻ വരുമ്പോ പാവം കുട്ടിയാണ്, മുടിയൊക്കെ കുളിപ്പിന്നലൊക്കെ പിന്നെ വന്നിന്ന് പാടിയിട്ട് പോണ കുട്ടിയാണ്. ഇതിങ്ങനെ ഭയങ്കര അഫ്സലിക്ക ഭയങ്കര കൾച്ചർ ഷോക്ക് ആയി പോയി. അന്നാണ് അറിയണത്. അതാണ് തനി നിറം രഞ്ജിനിയുടെ മനസ്സിലായത്. ഫ്രാങ്കോയ്ക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുള്ളത്. ഫ്രാങ്കോ ഇപ്പോഴും നല്ല കുട്ടി ഫ്രാങ്കോ ചേട്ടനോ? ഫ്രാങ്കോ ചേട്ടനാണ് ശരിക്കും ഈ കൂട്ടത്തിൽ എന്നെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തി. മെയിൽ സിംഗേഴ്സിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാങ്കോ ചേട്ടനാണ് ഏറ്റവും ക്ലോസ്. രഞ്ജിനിയുടെ ബ്രേക്ക് എത്ര 2000 അല്ലേ 99 പാടുന്ന ഒരു ഏർലി ബ്രേക്കാണ് രഞ്ജിനി കിട്ടി അല്ലേ? ഭാഗ്യം ചെയ്തവരാണ് അല്ലേ? ഫ്രാങ്കോയ്ക്ക് എത്ര കാലം എന്താ പറയണ്ടേ കഷ്ടപ്പെട്ടിട്ടാണ്. അല്ല, എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഒരു തണലുണ്ടായിരുന്നു. പിന്നെ തുളസീദാസ് സാർ, അദ്ദേഹത്തിനോടാണ് നന്ദി പറയേണ്ടത്. തുളസീദാസ് സാർ ഒരുപാട് ഡാഡിയുടെ പടങ്ങളിൽ അതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ ചെറുതിലേ അങ്ങനെ ആ ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ പേരിലാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു പാട്ട് കിട്ടുന്നത്. പിന്നീട് അവിടുന്ന് കുഴപ്പമില്ല ഉണ്ട്, ഇങ്ങനെ പോയി. ദൈവത്തിന്റെ ഒരു കൃപയാൽ അങ്ങനെ ഒരു നല്ല രീതിയിൽ പോയി, ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നു. ഫ്രാങ്കോ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ വെച്ച് ഞങ്ങളുടെ പല സിനിമകളിലും കോറസ് പാടാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് പാടിച്ച് നോക്കിയിട്ടില്ല എന്നൊന്നും, എങ്കിലും പല ആൽബങ്ങളിലുമായിട്ട് ഫ്രാങ്കോൻ്റെ പാട്ടുകൾ കേട്ടപ്പോൾ ഇൻഡിവിജ്വലായിട്ട് പാടാനും കൂടിയുള്ള കഴിവുള്ള ആളാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ആ അവസരം ഒരിക്കൽ മേരിക്കൊണ്ടൊരു കുഞ്ഞാടുന്ന ചിത്രത്തിൽ കൊടുത്തത്. പക്കമ്മ പക്കമ്മ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്. അത് വളരെ ഹിറ്റാകുകയും ചെയ്തു. പിന്നീട് അതുപോലത്തെ ഒരു അവസരം കൊടുക്കാൻ പറ്റിയൊരു അവസരം വന്നിട്ടില്ല, എങ്കിലും കഴിവുള്ള ആളാണെന്ന് അറിയാം. പലപ്പോഴും അവിടെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ സൗഹാർദ്ദം പ്രകടിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹത്തിനും നല്ല ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ അതിനുശേഷം മായാമോഹിനിയിലും പാടിയിരുന്നു സാറിൻ്റെ. ഏറെ സന്തോഷമുണ്ട്. ശരിക്കും ഓരോ ഡയറക്ടേഴ്സിൻ്റെയും അപ്രോച്ച് ഓരോ പാട്ടുകളോടുള്ളത്, അത് ഓരോരുത്തരുടെയും കമ്പോസ് ചെയ്യുന്ന രീതിയും അല്ലെങ്കിൽ അവരുടെ പാടിക്കുന്ന രീതിയും ഒക്കെ ഡിഫറെൻ്റാണ്. ഇവരും പിന്നെ ബേണി ഇഗ്നേഷ്യസ് സാറും രണ്ടുപേരും വളരെ ഫ്രണ്ട്ലിയാണ്. പാടിക്കുന്ന സമയത്തും കുറേ നമുക്ക് ഫ്രീഡം തരും. അതേസമയം അവർക്ക് വേണ്ട ഒരു വേണ്ടതവർ നിങ്ങളുടെ എടുക്കും ഉറപ്പായിട്ടും. നമുക്ക് വേണിക്ക് വേണ്ടി ഒരു പാട്ട് പഞ്ചാര ചിരി കൊണ്ട് കണ്ണാടി കവിളത്ത് തിരയിടുമേഴു നിറം പൂന്തുകിലുകൾ ഉലയണ പോലെ ഈ കൂടുണരുമ്പോൾ കൂട്ടുവരുമ്പോൾ സ്നേഹവീണ വീട്ടിടാം. പക്കമ്മ പക്കമ്മ പക്ക പക്കമ്മ പക്ക പക്കമ്മ പക്കമ്മ പക്ക പക്കമ്മ 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 പക്ക പക്കമ്മ പക്ക പക്കമ്മ പക്കമ്മ പക്ക പക്കമ്മ. ഒന്നും കൂടി വരുന്നു. ഞങ്ങൾ സംഗീതം നൽകിയ മേലെ വാര്യത്തെ മാലാകുട്ടികൾ എന്നുള്ള ചിത്രത്തിലൂടെയാണ് രഞ്ജിനി ജോസ് ആദ്യമായിട്ട് സിനിമാ രംഗത്തേക്ക് വരുന്നത്. പ്രധാനപ്പെട്ട ചിത്രങ്ങളിൽ പലതിനും വിളിക്കുമ്പോഴൊക്കെ രഞ്ജിനി ജോസ് പ്രോഗ്രാംസൊക്കെ ആയിട്ട് വിദേശത്തൊക്കെ അതിൻ്റെ പേരിൽ പലപ്പോഴും നല്ല അവസരങ്ങൾ രഞ്ജിനി ജോസിന് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. എങ്കിലും ഇന്നും വർഷങ്ങളായിട്ടും ആദ്യമായിട്ട് അവസരം കൊടുത്ത ഞങ്ങളോടുള്ള ഒരു സ്നേഹം ഇപ്പോഴും രഞ്ജിനിക്കും അവരുടെ കുടുംബത്തിനുമുണ്ട്. എവിടെ വെച്ച് കണ്ടാലും സംസാരിക്കുകയും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ അല്ലാത്തവരും ഉള്ളതുകൊണ്ടാണ് അതൊരു പ്രത്യേകത ആയിട്ട് തോന്നിക്കുന്നത്. രഞ്ജിനി പിന്നെ കുറേ കൂടിയൊക്കെ ശാസ്ത്രീയമായിട്ട് കുറേ കൂടി പഠിച്ച് മുന്നോട്ട് വരണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. ഒരു ഉപദേശം അദ്ദേഹം നൽകിയിട്ടുണ്ട്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, എപ്പോൾ വിളിച്ചാലും രഞ്ജിനി വിദേശത്തായിരുന്നു. അത് മായാമോഹിനിയിലൊരു പാട്ട് പാടാനായിട്ട് വിളിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഉണ്ടായിരുന്നില്ല. അവര് അപ്പം തന്നെ ഒരു അരമണിക്കൂറിൽ വന്ന് പാടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നൈയിലായിരുന്നു, ഞാനൊരു വർക്കിന് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് അന്ന് രാത്രി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണമായിരുന്നു. ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ രാവിലത്തെ ഫ്ലൈറ്റെങ്കിലും എടുത്തിട്ട് ഞാൻ വരുമായിരുന്നു. അതുകൂടാണ്ട് വേറെ ഒരെണ്ണം ഇതേപോലെ ഹിന്ദി ബിറ്റ്സ് ഒക്കെ ഉള്ള കുറച്ച് പാട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ വിളിച്ചപ്പോഴും അങ്കിൾ വിളിച്ചപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല.
പിന്നെ ഈ അവസാനം പറഞ്ഞ കാര്യം എൻ്റെ അമ്മ ഉൾപ്പെടെ അറിയുന്ന എല്ലാവരും, എൻ്റെ ഭർത്താവ് ഉൾപ്പെടെ എല്ലാ ദിവസവും പറയുന്ന കർണാട്ടിക് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് പഠിച്ചിട്ട് ഒരു എന്തോ എൻ്റെ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുന്നത് കുറേയും കൂടെ എൻ്റെ മനസ്സിൻ്റെ അകത്തുള്ളത്. ഇപ്പം ഓപ്പൺലി പറയാണ്, എനിക്ക് ഗോസ്പൽ മ്യൂസിക്കാണ് ഇഷ്ടം. എനിക്ക് മനസ്സിലെന്നും തങ്ങി നിൽക്കുന്നത് അങ്ങനത്തെ ആക്യപ്പല, അങ്ങനത്തെ സംഭവങ്ങളാണ്, ജാസ്, അങ്ങനത്തെ ഒരാളാണ് ഞാൻ ഇപ്പോൾ മനസ്സുകൊണ്ട്. അപ്പോൾ ഒരു ബാൻഡ് ഇപ്പോൾ ഞാൻ ഫോം ചെയ്തിട്ടുണ്ട്. കാരണം ഇനിയിപ്പം സിനിമകളിൽ നിന്ന് നമുക്ക് എന്ത് പാട്ടുകൾ കിട്ടുന്നു എന്നല്ല, ഇനിയിപ്പോൾ എനിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനാണ് എനിക്ക് കൂടുതലൊരു ഫോക്കസ്. അപ്പോൾ ഭയങ്കര മടിയാണെന്ന് ഇപ്പോൾ എല്ലാവരും പറഞ്ഞല്ലോ. ഒരു 7 കൊല്ലമായിട്ട് ഒരു ബാൻഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ശ്രമിച്ച് അവസാനം ഇപ്പോൾ ഞങ്ങളൊരു ബാൻഡ് ഫോം ചെയ്തിട്ടുണ്ട്. എല്ലാ മ്യൂസീഷ്യൻസും വളരെ ഏസ് ആയിട്ടുള്ള മ്യൂസീഷ്യൻസാണ്. ഫ്രാൻസിസ് ഏട്ടൻ വയലിനിസ്റ്റ്, റാൽഫിൻ പിയാനോ, നിർമ്മൽ ഡ്രമ്മർ, ബൈജു ജെയിംസ് ആണ് ബേസിസ്റ്റ്, സന്തോഷ് ചന്ദ്രൻ ലീഡ്, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഏറ്റവും ജൂനിയർ ഞാനാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ഇത്. അപ്പം അതിലെല്ലാ ടൈപ്പിലുള്ള നമ്മുടെ മലയാളമാണെങ്കിലും ഹിന്ദി ആണെങ്കിലും തമിഴാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും എല്ലാ രീതിയിലുള്ള പാട്ടുകളും ഓരോരുത്തർക്കും ഓരോ സ്ട്രെങ്ത്താണ്. ഞങ്ങൾ 6 പേർക്കും ഇത് 6ഉം ഫ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സാധനം ചെയ്യാനായിട്ട് തുടക്കം ഇട്ടിപ്പോൾ ആദ്യമായിട്ട് ഞാനിപ്പോൾ JB ജംഗ്ഷനിലാണ് ഇതിനെപ്പറ്റി ഓപ്പൺലി പറയുന്നത്. എനിക്ക് വലിയ സന്തോഷമുണ്ട് അത് പറയാൻ. ബാൻഡിന്റെ പേര് ആക്ച്വലി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് സാറിന്റെ ഇതിൽ പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ ശ്രമിച്ചു, പക്ഷെ അത് നടന്നില്ല. കാരണം ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പേര് തന്നെ കൊണ്ടുവരണം എന്നുള്ള ഞങ്ങൾക്കൊരു അതെ. ഞാൻ അങ്ങനെ ഒരു സാൻസ്ക്രിറ്റ് നെയിമാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ കുറച്ച് പവർ വേണം. അതെ, അതെ. അത് നല്ലൊരു പേരാണ് ആക്ച്വലി. നല്ല പേരാണത്, ജനറേറ്റർ. നല്ല പവറുള്ള പേരാണ്. അതാണ് സീരിയസ് ആയിട്ട് പറയാ. പേറ്റന്റ് ഒന്നോണം. പേറ്റന്റ് സാർ ഞങ്ങൾ ആദ്യം നന്നാവട്ടെ. 10% ലാഭം എനിക്ക് തരിക, വേറെ ഒന്നും വേണ്ട. എനിക്കറിയാം രഞ്ജിനിയുള്ള സ്ഥിതിക്ക് ലാഭം ഉണ്ടാവുന്ന കാര്യത്തിൽ നമുക്ക് തർക്കം വേണ്ടല്ലോ ഫ്രാങ്കോ. അത് സാർ എന്താ അങ്ങനെ പറഞ്ഞത്? ഉദ്ദേശിച്ചില്ല ഞാൻ. ആ ഒരു ചോദ്യത്തിനാണ് എന്തോ ഉണ്ടോ എന്ന് സംശയം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലായിരുന്നു. രഞ്ജിനി, ഒരു പാട്ട് പാടിക്കട നമ്മുടെ വേണി ഇഗ്നേഷ്യസ് സാറിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേഷൻ. എനിക്ക് ഗോസ്പൽ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. Amazing grace, how sweet the sound that saved a wretch like me. I was once lost, but now I found, was blind, but now I see. Amazing grace, how sweet the sound that saved a wretch like me. I was once lost, but now I found, was blind, but now I see. ഫ്രാങ്കോയും മറ്റൊരു ഇംഗ്ലീഷ് പാട്ട് പാടിയിട്ടില്ലേ? അതേതാണ്? മറ്റേ ഡാമിലല്ലേ? ഡാം 999. ഓക്കെ, ഓർമ്മയുണ്ടത്? ഒരു 2 പേരും നമുക്ക് ഫ്രാങ്കോയെ കൊണ്ട് പഠിപ്പിക്കുന്നത്. Oh my queen, oh my queen, sun can surround your land, we won't let it down. All the seasons pass by, mind rules not dry, there remind your glory. Oh my queen. രഞ്ജിനി ഒരുപാട് സംഗീത സംവിധായകന്മാരുടെ ഒരു നിര തന്നെ ഒരുപക്ഷെ രഞ്ജിനിക്ക് പാട്ട് കൊടുക്കാനുണ്ടായിരുന്നു, നൽകിയിട്ടുണ്ട്. ഒരുപാട് പേർ, പലർക്കും പല രീതിയിലുള്ള വൈഭവങ്ങളും രീതികളും
അഭിരുചികളുമാണ്. എങ്ങനെയാ രഞ്ജിനി എങ്ങനെയാ ഇവരോടൊക്കെ ഇങ്ങനെ കോപ്പപ്പ് ചെയ്തു? നല്ല ഫ്ലെക്സിബിലിറ്റി ഉള്ള ആളാണെന്നല്ലേ ഫ്രാങ്കോ പറഞ്ഞിരിക്കുന്നത് അല്ലേ? എന്തെങ്കിലും തരത്തിലൊരു പ്രശ്നം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ പ്രശ്നങ്ങൾ എനിക്കെന്നും ഡാഡി നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും ആരോടും ഒരു പ്രശ്നത്തിന് പോകരുതെന്നുള്ളൊരു ഡാഡി തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിപ്പിച്ചത്. കാരണം അദ്ദേഹം ഈ ഫീൽഡിലുള്ളതുകൊണ്ട് അദ്ദേഹം ആരുടെ അടുത്തും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയല്ല. എല്ലാവർക്കും ഡീൽ ചെയ്യാൻ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് എൻ്റെ ഫാദർ. അപ്പോൾ കുറേയൊക്കെ ഞാൻ പഠിച്ചിരിക്കുന്നതും അത് ആയതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി എനിക്കുണ്ട്. അപ്പം അത് കാരണം മാത്രമല്ല, ഞാൻ ഈ പാട്ട് പാടാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഫ്രാങ്കോ ചേട്ടന് ഞാനും വിധു, ഗായത്രി ചേച്ചി ഞങ്ങളൊക്കെ ഒരേ സമയത്ത് വന്ന ആൾക്കാരാണ്. അന്നെന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ പോലെ അത്രയും ഒരു കൂൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ല. അന്നൊക്കെ രവീന്ദ്രൻ മാസ്റ്റർ, അതെ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലമാണ്. പക്ഷെ അന്ന് കിട്ടിയപ്പോഴും റെക്കോർഡിങ്സിന് നമ്മൾ വലിയൊരു രവീന്ദ്രൻ മാസ്റ്റർ, അങ്ങനെ ഒരുപാട് രവീന്ദ്രൻ മാസ്റ്റർ, MG രാധാകൃഷ്ണൻ, വലിയ വലിയ വടവൃക്ഷങ്ങള്, മോഹൻ സിത്താര, അതെ, എല്ലാവരുടെ കൂടെ അവരുടെ ആദ്യ കാലഘട്ടങ്ങളിലും ഒക്കെ ഞാൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പോലെ നമ്മൾ ഇന്നിപ്പോൾ ഒരു ഗോപിയുടെ അടുത്തോ അല്ലെങ്കിൽ വിജയേട്ടൻ്റെ അടുത്തോ സംസാരിക്കാൻ പറ്റുന്ന ഒരു ലാഘവത്തോടു കൂടിയൊന്നും നമുക്ക് ഇവരോട് സംസാരിക്കാനൊന്നും പറ്റില്ല. കാരണം നമ്മൾ പഠിപ്പിച്ചിരിക്കുന്ന സ്കൂളിങ്ങും അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുകയുള്ളൂ അവരുടെ മുമ്പിൽ. എനിക്ക് തോന്നുന്ന അതൊക്കെ ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതില്ലാത്തതിൻ്റെ കുറേയൊക്കെ പ്രശ്നങ്ങൾ എനിക്ക് അവരുടെ കരിയറിലും അവർക്ക് വന്ന് ഭവിച്ചിട്ടുണ്ട്. കാരണം ഇന്നും നിൽക്കുന്നത് ഒരുപാടധികം സീനിയേഴ്സ് ആയത് കാരണം അവരിന്നും ആ സ്കൂളിങ്ങിൽ നിന്ന് വന്നുകൊണ്ട് അത് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോടെങ്കിലും നമ്മൾ ആ ഒരു ബഹുമാനത്തോടു കൂടിയുള്ള ഒരു അപ്രോച്ച് ഇപ്പോൾ വളരെയധികം കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് കാരണം ആ ഒരു സ്കൂളിങ്ങിൽ നിന്ന് വന്നതെന്ന് എനിക്ക് കിട്ടിയൊരു ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് കോപ്പി ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് ഇത്രയും വലിയ വടവൃക്ഷങ്ങൾ ഒരു പക്ഷേ അതിൽ നമ്മുടെ കൂടെയുള്ളവരുണ്ട്, കൂടെ ഇല്ലാത്തവരുണ്ട്. ചില ആൾക്കാർ മൺമറഞ്ഞു പോയത്. വേണേൽ ഒരു ട്രിബ്യൂട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അവസരമാണ്. രഞ്ജനിക്ക് വേണമെങ്കിൽ സെലക്റ്റായിട്ട് 2-3 പേർക്ക് അവരുടെ പാട്ടുകൾ വേണമെങ്കിൽ ഒന്ന് പാടിക്കൊടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു പ്രചോദനം പെട്ടെന്ന് എനിക്ക് ഒരു സ്റ്റേജിൽ ഞാൻ എൻ്റേതായ ഒരു സംഭവം എടുത്ത് കൊണ്ടുവന്ന് പാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഒരു പോസിറ്റിവിറ്റി പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച ജോൺസൺ മാസ്റ്ററായിരുന്നു. അദ്ദേഹമാണ് അന്ന് ഗസ്റ്റായിട്ട് വന്ന ജഡ്ജായിട്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പാടിയതൊക്കെ കലക്കിയുണ്ട് കേട്ടോ, എനിക്കിഷ്ടം. കലക്കിയുണ്ട് കേട്ടോ. എന്താ നീ ആക്കപ്പലയൊക്കെ, അന്ന് ആക്കപ്പല ആരും കൊണ്ടുവന്നിട്ടില്ല. പിന്നീടാണ് ഇപ്പോൾ ഒരു കുറേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽസ് വന്നതിൽ ആക്കപ്പലൊക്കെ അതിന് മുമ്പ് തന്നെ പാടിയിട്ടുണ്ട്. പക്ഷെ ആർക്കും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു, അത്രയും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ മാസ്റ്റർ ഒരുപാട് അതിനെ പ്രോത്സാഹിപ്പിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ചിക്കറ്റീറ്റ പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കറ്റീറ്റ ഒത്തിരി പേർക്ക് ഇഷ്ടമായി ആബയുടെ ആ ഒരു കാലഘട്ടത്തിൽ. പിന്നെ ഞാൻ സിസ്റ്റർ ആക്ട് എന്ന് പറഞ്ഞ മൂവി 1 and 2 അതിലെ പാട്ടുകൾ ഞാൻ കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ കുറെ പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷേ ജോൺസൺ മാസ്റ്റർക്ക് വേണ്ടി അവസരപ്പച്ചന്റെ ഒരു സുഹൃത്തും കൂടിയായിരുന്നു. തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ ലാലാ ലാ. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ, ആയിരം പൂക്കൾ നുള്ളിവാ ലാലാ. അല്ലേ?